നമസ്കാരം. വരാഹി ഡിവോഷണലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വരുന്ന ശനിയാഴ്ച നവംബർ മാസം തുടങ്ങുകയായി. ജ്യോതിഷപരമായി പറയുമ്പോൾ ഈ വരുന്ന നവംബർ മാസം വളരെ വിശേഷപ്പെട്ട ഒരു മാസമായി കണക്കാക്കാം. കാരണം മറ്റൊന്നുമല്ല, നവംബർ മാസത്തിലാണ് മണ്ഡലകാലം ആരംഭിക്കുന്നത്, അതായത് വൃശ്ചികം പിറക്കുന്നത്. അതുമാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ചില ഗ്രഹങ്ങളുടെ സംയോഗവും നടക്കുന്നുണ്ട്. ഇത് ചില നക്ഷത്രക്കാർക്ക് വളരെ അനുയോജ്യമായ സമയമാണ് വരാനിരിക്കുന്നത്. അതിലും വിശേഷപ്പെട്ട ഒരു കാര്യമാണ് നവംബർ മാസം 4-ാം തീയതി മഹാശുക്രമാറ്റം നടക്കുന്നു എന്നതാണ്. അതിശ്രേഷ്ഠമായ പരിവർത്തന രാജയോഗം വന്നു ചേരുന്നതിന് പുറമെ ഈ പറയുന്ന 10 നക്ഷത്രക്കാർക്ക് മഹാചക്രവർത്തി യോഗവും ആരംഭിക്കാൻ പോവുകയാണ്. മഹാശുക്രമാറ്റം വരുന്നതോടു കൂടി തന്നെ ഈ 10 നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരുന്നതാണ്. ഗ്രഹങ്ങളായ ബുധൻ, വ്യാഴം, ശുക്രൻ, ചൊവ്വ, ശനി എന്നീ ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ നിൽപ്പ് വെച്ച് നോക്കുമ്പോൾ പഞ്ചമഹാപുരുഷ യോഗങ്ങൾ, പ്രത്യേകിച്ച് ശുക്രനും വ്യാഴവും നൽകുന്ന അതിശക്തമായ പഞ്ചമഹാപുരുഷ യോഗവും ഈ 10 നാളുകാർക്കും വന്നു ചേരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 10 നക്ഷത്രക്കാർക്കും എടുത്തു പറയേണ്ട തരത്തിലുള്ള നേട്ടങ്ങളും ഭാഗ്യവും വന്നു ചേരുന്നതായിരിക്കും. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട, ഉറപ്പുള്ള കാര്യം തന്നെയാണ്. എന്നിരുന്നാലും നിങ്ങളുടെ ജനന സമയമെല്ലാം വെച്ച് നോക്കുമ്പോൾ, അതായത് നിങ്ങളുടെ ജാതക പ്രകാരം നിങ്ങൾക്ക് ഇതിൽ ചെറിയ വ്യത്യാസങ്ങളെല്ലാം അനുഭവപ്പെടാനുള്ള യോഗമുണ്ട്. അതായത് നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഇതിൽ നിന്ന് മാറി അനുഭവപ്പെടാം. അതായത് നിങ്ങളുടെ ജാതക പ്രകാരം വെച്ച് നോക്കുമ്പോൾ ഈ 10 നക്ഷത്രക്കാർക്ക് നവംബർ മാസത്തിൽ തുടങ്ങുന്ന ഈ കാലഘട്ടം ഡിസംബർ മാസം 4-ാം തീയതി വരെ നിൽപ്പുണ്ട്. എന്നാലും രാഹുവിന്റെയും കേതുവിന്റെയും ചൊവ്വയുടെയും ശനിയുടെയും ഗ്രഹനിലകൾ നോക്കുമ്പോൾ ഈ പറയുന്ന ഫലങ്ങൾ ഡിസംബർ മാസം അവസാനം വരെ ലഭിക്കുവാനുള്ള സാധ്യതകളാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ കർമ്മ മേഖലകളിൽ എടുത്തു പറയത്തക്ക നേട്ടം തന്നെ നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും. നവംബർ 1-ാം തീയതി തുടങ്ങുന്ന ഈ മാറ്റം നിങ്ങൾക്ക് അനുഭവത്തിലേക്ക് എത്തുന്നത് വൃശ്ചിക മാസം തുടങ്ങുമ്പോൾ ആയിരിക്കും. ഈ 10 നക്ഷത്രക്കാർക്കും വളരെ നല്ല ഒരു ഭാവി തന്നെയാണ് തെളിഞ്ഞു വരുന്നത്. ആരോഗ്യ കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും ജോലി കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് നല്ല നേട്ടങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലും ധനപരമായ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടുമ്പോൾ, അതായത് വസ്തു കച്ചവടം അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടുമ്പോൾ കുറച്ച് ശ്രദ്ധയോടുകൂടി മാത്രം മുന്നോട്ട് പോവുക. അതായത് നിങ്ങൾ എന്തു കാര്യം ചെയ്യുമ്പോഴും ഒന്ന് നന്നായി മനസ്സിരുത്തി ചിന്തിച്ച് ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. എടുത്തു ചാടിയൊന്നും ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾക്ക് കുറച്ച് ശത്രുദോഷം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അതിനാൽ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒന്ന് മുൻകൂട്ടി ആലോചിച്ച് ചിന്തിച്ചു മാത്രം ചെയ്യുക. കേതുവിന്റെ ദൃഷ്ടി കുറച്ച് ദോഷമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് വഴി കേൾക്കേണ്ടതായി വരുന്നതായിരിക്കും. എന്നാൽ നവംബർ മാസം പകുതിയോടുകൂടി നിങ്ങളുടെ ധനവരവ് നല്ല രീതിയിൽ വർദ്ധിക്കുന്നതായിരിക്കും. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി മുന്നോട്ട് പോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ധനം സമ്പാദിക്കാനും നല്ല ഉയർച്ചയിലെത്താനും സാധിക്കുന്നതാണ്. ഈ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് കടങ്ങളെല്ലാം വീട്ടി തീർക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും സാധിക്കും. അതുപോലെ നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ നല്ലൊരു മികച്ച കാലഘട്ടം തന്നെയാണ്. മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തും നല്ല രീതിയിൽ നിങ്ങൾക്ക് ശോഭിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ സാമൂഹ്യ രംഗത്ത് നിൽക്കുമ്പോൾ പല കാര്യങ്ങളും കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ തൊട്ടും തൊടാതെയും നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് ശോഭിക്കാൻ കഴിയുന്നതായിരിക്കും. ഇനി ആ ഭാഗ്യ നക്ഷത്രക്കാർ ആരെല്ലാമാണ് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ ആദ്യം വരുന്ന നക്ഷത്രം മകയിര നക്ഷത്രമാണ്. ഈ മകയിര നക്ഷത്രക്കാര് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നവംബർ മാസം പകുതി തുടങ്ങുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വിജയം കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇവർക്ക് ആരോഗ്യം, വിദ്യാഭ്യാസം, ജോലി, അതുകൂടാതെ ഭാഗ്യം എന്നിവ വളരെ നല്ല രീതിയിൽ ഇതിലൊക്കെ വിജയം നേടാനായിട്ട് സാധിക്കുന്നതായിരിക്കും. വളരെ നല്ല ഒരു ഭാവിയാണ് നവംബർ പാതി തുടങ്ങുന്നതോടുകൂടി നിങ്ങളെ കാത്തിരിക്കുന്നത്. മഹാശുക്രമാറ്റവും ഇപ്പോഴത്തെ വ്യാഴത്തിന്റെ മാറ്റവും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ശുഭകാര്യങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് അതെല്ലാം കിട്ടാനുള്ള സാധ്യതയും ഏറെയാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രാഹുവിന്റെ ഒരു വിപരീത ദൃഷ്ടി ചെറിയ രീതിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിലും കർമ്മ മേഖലയിലെല്ലാം വളർച്ചയുണ്ടെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ശത്രുക്കൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കരുതലോടുകൂടി തന്നെ നിങ്ങൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിലാണെങ്കിലും ഒന്ന് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം.
അതായത് പതുങ്ങിയിരുന്ന് ആക്രമിക്കുന്ന ഒരു സ്വഭാവക്കാരായ ശത്രുക്കൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തൊഴിൽ രംഗത്തും നിങ്ങൾ കുറച്ച് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാരുടെ കർമ്മ മേഖലയിലാണെങ്കിലും സാമ്പത്തിക മേഖലയിലാണെങ്കിലും വലിയ നേട്ടങ്ങളാണ് വരാനിരിക്കുന്നത്. കടങ്ങളെല്ലാം വീട്ടിൽ തീർക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എന്നിരുന്നാലും കുറച്ച് ശത്രുദോഷങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കാണുന്നു. അതുപോലെ തന്നെ ചെയ്യാത്ത തെറ്റുകൾക്ക് പല രീതിയിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. മനസ്സിൽ നല്ല ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെയും കേതുവിന്റെയും ചെറിയൊരു ക്രോസിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ആരുമായി കലഹത്തിനൊന്നും പോകാതെ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഒത്തിരി വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ തൊഴിൽ മേഖല നല്ല രീതിയിൽ മെച്ചപ്പെടുന്നതായിരിക്കും. വാഹനങ്ങൾ മേടിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിവാഹ തടസ്സം നേരിടുന്നവരാണെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്ര നാളും ദുഃഖ ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അവിടെയെല്ലാം തലകുലിച്ച് നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം മാറി എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു തന്നെ നിൽക്കാനുള്ള ഒരു യോഗം ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതായത് നിങ്ങൾ ഇത്രയും നാളും പുച്ഛിച്ചു പറഞ്ഞവർ വരെ നിങ്ങളെ ബഹുമാനിക്കാനുള്ള ഒരു യോഗം ഉണ്ടാവുന്നതായിരിക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതെ നോക്കുക. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോവുക നല്ല രീതിയിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഉയർച്ചയെല്ലാം നിങ്ങൾക്ക് വന്നു ചേരുന്നത് തന്നെ ആയിരിക്കും. അടുത്തത് വിശാഖ നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് നല്ല ഒരു സുവർണവാസം തന്നെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബാധാദോഷം, ദൃഷ്ടിദോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബാധിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ കുറച്ച് ശത്രുദോഷങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് നല്ല ജാഗ്രത പുലർത്തി മുന്നോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലും ശോഭിക്കാൻ കഴിയുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് നവംബർ 15 കൂടി തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ച വന്നു ചേരുന്നതായിരിക്കും. ഇത് ഡിസംബർ 30 വരെ നീണ്ടു നിൽക്കുന്നതായിരിക്കും. ഈ ഡിസംബർ 30-നകം നിങ്ങൾക്ക് ഒത്തിരി അവസരങ്ങൾ കിട്ടുന്നതായിരിക്കും. അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. അടുത്ത നക്ഷത്രം മൂലം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിലും ധനമേഖലയിലും നല്ല രീതിയിലുള്ള ഉയർച്ചയാണ് കൊണ്ടുവരുന്നത്. സാമ്പത്തികമായും ആരോഗ്യപരമായും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും നല്ല രീതിയിലുള്ള ഉയർച്ചയാണ് വരാനിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഭാഗ്യവും നിങ്ങളെ തുണയ്ക്കുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അപ്രതീക്ഷിതമായ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യമൊക്കെ നിങ്ങൾക്ക് കുറച്ച് അലസതയൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം വെടിഞ്ഞ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള നേട്ടം തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഗണപതിക്ക് വേണ്ട വഴിപാടുകളെല്ലാം ചെയ്ത ശേഷം ഇറങ്ങാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കുറേയേറെ തടസ്സങ്ങളെല്ലാം മാറ്റിത്തരുന്നതായിരിക്കും ഗണപതി ഭഗവാൻ. ഗണപതി ഹോമം, ഗണപതിക്ക് നാളികേരം മുടക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇതുവഴി നിങ്ങൾക്ക് ഇന്നുവരെ ലഭിക്കാത്ത പല ധനസൗഭാഗ്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. മുടങ്ങിക്കിടക്കുന്ന ഗൃഹനിർമ്മാണമാണെങ്കിൽ അത് നിങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങുന്നതാണ്. പുതിയ വീട് വെക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനും സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് വരാനിരിക്കുന്നത്. അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യം പോലെയുള്ള കാര്യങ്ങൾ, അതായത് ചിട്ടിയിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും നറുക്കെടുപ്പിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഭാഗ്യങ്ങളൊക്കെ ലഭിക്കാനുള്ള ഒരു യോഗവും കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് തൊഴിൽ നോക്കുന്നവരാണെങ്കിൽ അതിനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ പരീക്ഷകളൊക്കെ എഴുതുന്നവരാണെങ്കിൽ അതിൽ നല്ല രീതിയിലുള്ള വിജയങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് ആ രോഗാവസ്ഥയിൽ നിന്നൊക്കെ ഒരു മുക്തി നേടാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ വരുന്നത്. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക മേഖലയിലും തൊഴിൽ മേഖലയിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല നേട്ടങ്ങളാണ് വരാനിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറി നല്ല സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവുന്നതുമാണ്. അതുപോലെ കുടുംബത്തിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ വഴക്കുകളും കാര്യങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ സന്തോഷപ്രദമായി കുടുംബം മുന്നോട്ട് പോകുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഉയർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ തൊഴിലിൽ ഉദ്യോഗ കയറ്റമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നു. എന്നിരുന്നാലും നിങ്ങൾക്ക് കുറച്ച് ശത്രുദോഷങ്ങൾ, കൂടെയുള്ളവരിൽ നിന്ന് കുറച്ച് ശത്രുതാ മനോഭാവങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരുന്നതാണ്. വിവാഹ തടസ്സം നേരിടുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ആ തടസ്സങ്ങളൊക്കെ മാറി വിവാഹം നടക്കാനുള്ള ഒരു യോഗവും ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ സന്താനങ്ങൾ ഉണ്ടാകാതെ ദീർഘകാലമായി സന്താനങ്ങൾ ഉണ്ടാകാതെ കാത്തിരിക്കുന്നവർക്കാണ് എന്നുണ്ടെങ്കിലും അവർക്ക് സന്താന യോഗവും കാണുന്നു. കടബാധ്യതകളുള്ളതൊക്കെ കുറച്ച് വീട്ടാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പുതിയ നിക്ഷേപ സാധ്യതകളൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിനു വേണ്ട പരിഹാരങ്ങൾ കൂടി ഒന്ന് ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഭാഗ്യത്തിന്റെ ഫലം പൂർണ്ണമായി അനുഭവിക്കാൻ സാധിക്കും.
അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാ മാനസിക ബുദ്ധിമുട്ടുകൾക്കും ശമനം കിട്ടുന്ന ഒരു സമയമാണ് ഈ വരാനിരിക്കുന്നത്. എന്നിരുന്നാലും നിങ്ങൾക്ക് കുറച്ച് അപവാദങ്ങളും അപഖ്യാതികളും എല്ലാം കേൾക്കാനുള്ള യോഗം ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാൻ സാധ്യതയേറെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായും വരുന്നു. ശത്രുക്കൾ കുറച്ച് കൂടാനുള്ള സാധ്യതയും ഏറെയാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണ്. എന്നിരുന്നാലും ഈ ശുക്രന്റെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. പ്രത്യേകിച്ച് ധനപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒട്ടനവധി ഭാഗ്യങ്ങളും നേട്ടങ്ങളും ഉണ്ടാവുന്നതായിരിക്കും. മാത്രമല്ല ഇതുവരെ മുടങ്ങിക്കിടന്നിരുന്ന പല സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് കുറച്ചു നാളുകളായി ഒട്ടനവധി പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിലും ധനവരവിനും എല്ലാം വളരെയധികം തടസ്സങ്ങളാണ് നേരിട്ടുകൊണ്ടിരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച തൊഴിൽ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. കടങ്ങളെല്ലാം നിങ്ങൾക്ക് വീട്ടാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു സമ്പാദ്യവും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് കുറച്ച് ശത്രുദോഷങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് നിങ്ങളുടെ തൊഴിൽ മേഖലയിലാണ് ശത്രുദോഷങ്ങൾ കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് ജാഗ്രത പുലർത്തേണ്ടതാണ്. നിങ്ങളുടെ തൊഴിലിനോടുള്ള ആത്മാർത്ഥത കാരണം നിങ്ങൾക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്ന് വരെ ശത്രുതാ മനോഭാവം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ നിന്ന് പോവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കലഹങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുന്നത് വളരെ ഉചിതമായിരിക്കും. സന്താന യോഗം, വാഹനം മേടിക്കാനുള്ള യോഗം, പുതിയ വീട് വെക്കാനുള്ള യോഗം ഇതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. അടുത്ത നക്ഷത്രം ചതയൻ നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് കടബാധ്യതകളെല്ലാം കൊടുത്തു തീർക്കാൻ സാധിക്കുന്നതായിരിക്കും. പുതിയ ഗൃഹം നിർമ്മിക്കാനും അതുപോലെ തന്നെ വിവാഹം നടക്കാനുമുള്ള യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പ്രതിവിധി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വ്യാഴം നല്ല നിലയിൽ നിൽക്കുന്നത് കൊണ്ടും ശുക്രന്റെ രാശിമാറ്റം കാരണവും ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ്. എന്നിരുന്നാലും ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതെല്ലാം നിങ്ങൾ മനക്കരുത്തോടു കൂടി മുന്നോട്ട് തരണം ചെയ്ത് മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒത്തിരി പരിഹാസ വാക്കുകളെല്ലാം കേൾക്കേണ്ടി വന്നിട്ടുള്ളവരാണ്. അവരെയെല്ലാം അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ജീവിത വിജയം നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള ഉയർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സന്താനങ്ങൾ മുഖേന നിങ്ങൾക്ക് നല്ലൊരു സൗഭാഗ്യം വന്നു ചേരുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ വീട് നിങ്ങളുടെ സന്താനം മുഖേന രക്ഷപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ടായിരുന്ന രോഗാവസ്ഥകളിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മുക്തി നേടാൻ സാധിക്കുന്നതാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. എന്നിരുന്നാലും നിങ്ങൾക്ക് ദൃഷ്ടിദോഷവും ശത്രുദോഷവും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. ഈ പറഞ്ഞ എല്ലാ നക്ഷത്രക്കാർക്കും നല്ല സമയമാണ് ഈ വരാനിരിക്കുന്ന നവംബർ മാസം തുടങ്ങി ഡിസംബർ അവസാനം വരെ. എന്നിരുന്നാലും ഈ ഭാഗ്യത്തിന്റെ പൂർണ്ണത നിങ്ങൾക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ച് അതിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് കണ്ടെത്തി അതിന് വേണ്ട പരിഹാരങ്ങൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാവരും അമ്മയെ ശരണമെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.